ആയിട്ടുണ്ട്. ഇത് നമുക്ക് കോരി വയ്ക്കാം. ഹായ് ഫ്രണ്ട്സ്, ചിരുളി മീഡിയയിലെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഈ വൈകുന്നേരം നേരത്തെ കുട്ടികൾ എന്നോട് ഇങ്ങനെ പറഞ്ഞു എന്തെങ്കിലും ഒരു സ്പെഷ്യലായിട്ട് ഉണ്ടാക്കല്ലേന്ന്. അപ്പോൾ എന്താ ഉണ്ടാക്കണമെന്ന് വെച്ചാൽ ചിക്കൻ വടയാണ് ഉണ്ടാക്കണേ. അതിൻ്റെ കൂടെ നല്ല രസമുള്ളൊരു കട്ടൻ ചായയും. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. നമുക്ക് ഇതിക്ക് എന്താ വേണ്ടത് വെച്ചാൽ ഇതുപോലത്തെ എല്ലില്ലാത്ത കഷ്ണങ്ങളായിട്ടുള്ള ചിക്കനാണ് വേണ്ടത്. ഇത് ഭയങ്കര രസമുണ്ട്. ഞാൻ വാങ്ങിയപ്പോൾ 1 കിലോനായിരുന്നു. അപ്പോൾ അതിൻ്റെ എല്ലും ബാക്കി കാര്യങ്ങളൊക്കെ മാറ്റി ഈ ചിക്കൻ മാത്രമായി എല്ലില്ലാത്ത ഈ കഷ്ണങ്ങളാക്കി മാറ്റിയപ്പോൾ ഇതിപ്പോൾ 1/2 കിലോനായിട്ടുണ്ട്. ഏതായാലും ആയിക്കോട്ടെ, നമുക്ക് ഉണ്ടാക്കുക. നമുക്ക് ആദ്യം ഒന്ന് വേവിച്ചെടുക്കണം കേട്ടോ. വേവിക്കാൻ വേണ്ടിയിട്ട് ഞാനിത് കുക്കറിൽ ഇട്ടിട്ടുണ്ട്. ലേശം മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും ഇട്ടിട്ട് നമുക്കത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കുക. ഇത്തിരി വെള്ളം ഒഴിച്ചെടുക്കാം. വെച്ചിട്ട് നമുക്ക് അടുപ്പൊക്കെ നല്ലോണം കത്തുണ്ട്. നമുക്കിത് അടുപ്പത്ത് വെച്ചെടുക്കാം. അപ്പോൾ ഇതൊന്ന് വിസിലടിച്ച് വേണ നേരം കൊണ്ട് നമുക്ക് ഇതിക്ക് വേണ്ട ബാക്കി സാധനങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മൾ അടുത്ത പരിപാടി. ഇതെന്താ വെച്ചാൽ മൈദപ്പൊടിയാണ്. ഈ മൈദപ്പൊടിക്ക് ചേർക്കേണ്ട സംഭവങ്ങളാണ് ഈ കണ്ടതൊക്കെ. അതായത് ഉള്ളി, പച്ചമുളക്, ഇഞ്ചി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, ചിക്കൻ മസാല, കടലപ്പൊടി. അപ്പോൾ നമുക്ക് ഈ സംഭവങ്ങളൊക്കെ നമ്മൾ ഈ മൈദപ്പൊടിക്ക് ഇട്ടിട്ട് നല്ലോണം ഒന്ന് കുഴച്ച് കണ്ടെടുക്കുക. ഉള്ളി, മുളക്, ഇഞ്ചി ഇതൊക്കെ പാടെ എൻ്റെ കൈ കൊണ്ട് തന്നെ കുഴക്കണമല്ലോ എന്ന് ആലോചിക്കുമ്പോഴാണ് എനിക്ക് കുറച്ചൊരു വിഷമം. പക്ഷെ കൈ കൊണ്ട് കുഴക്കണേ, അപ്പോഴേ നല്ല ഭാഗത്തും നല്ലോണം ചേരുള്ളൂ. കൈ പറഞ്ഞാൽ വേഗം നേറും പച്ചമുളകും ഇഞ്ചിയൊക്കെ ആകുമ്പോഴേ. ഇതേപോലെയൊക്കെ അങ്ങനെ ഇട്ടിട്ടേ ഇത് കുഴച്ചിട്ട് എടുത്തിട്ട് പിന്നെയാണ് നമുക്ക് നമ്മളെ ചിക്കൻ വേവിച്ച് വെച്ച ചിക്കൻ നമുക്ക് ഇതിലേക്ക് ചതച്ച് അതും കൂടി ചേർത്താൽ പിന്നെ നമ്മളെ ചിക്കൻ വട റെഡിയാക്കാനുള്ള പണിയെടുക്കാം. അപ്പോൾ മഞ്ഞൾപ്പൊടി ഒരു കളറിന് വേണ്ടിയിട്ട് ഒരു സ്പൂണ് ചേർക്കുന്നുണ്ട് ഞാൻ. കാരണം നമ്മളെ ചിക്കനിലും ചേർത്തുണ്ടല്ലോ. ഉപ്പും അതുപോലെ ചിക്കനിൽ ചേർത്തുണ്ട്. ഇതിൽ നോക്കിയിട്ട് ചേർക്കണം. ഞാൻ 1.5 സ്പൂൺ ഇപ്പോൾ ചേർക്കുന്നുണ്ട്. അതുപോലെ ചിക്കൻ മസാല നോക്കട്ടെ, 1, 2, 2.5 സ്പൂൺ ചേർക്കുക. പിന്നെ നമുക്ക് ചേർക്കാനുള്ളതാണ് കടലപ്പൊടി. ഇത് 250 ഗ്രാമാണ് വാങ്ങിയത്. അത് ഞാൻ ചേർത്ത് നോക്കട്ടെ കേട്ടോ. കുറച്ചവിടെ വെക്കട്ടെ. ഇതിങ്ങനെ കുഴക്കന്നെ. ഇതിലിപ്പോൾ നമ്മൾ വെള്ളം ചേർക്കണില്ല. അത് ചിക്കനും കൂടി ഇതിൽ ചേർക്കാണ്ടല്ലോ. ചിക്കനോട് അടുപ്പത്തല്ലേ. അപ്പോൾ അതൊന്ന് ചൂടാറിയിട്ട് നമുക്ക് വാങ്ങിച്ചിട്ടേ ഇതിൽ ചേർക്കണം. എന്നിട്ട് നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. ഇപ്പം ജസ്റ്റ് ഇതേപോലെ ഒന്ന് നല്ലപോലെ ഈ ഉള്ളിയിലൊക്കെ ഉള്ള വെള്ളവും ഒക്കെ തന്നെ മതി ഒന്നിങ്ങനെ കുഴയ്ക്കാൻ. ഇതുപോലെ നല്ലോണം ഞെരടി തിരുമ്പി ഇങ്ങനെ ചേർത്ത് കൊടുക്കുകയാണ്. ഏകദേശം അത് തിരുമ്മിയൊക്കെ റെഡിയാക്കി വെച്ചിരുന്നു ഞാൻ. നമ്മളെ ചിക്കൻ വേവിക്കാൻ വെച്ചതേ വെന്താ നോക്കാം നമുക്ക്. ഇതിപ്പോൾ തൽക്കാലം ഇവിടെ നിൽക്കട്ടെ. നമ്മളെ ചിക്കനൊക്കെ നല്ലോണം വെന്തുണ്ടാവും. വാങ്ങി വെച്ചിട്ട് നമുക്കിതിൻ്റെ ആവി പോയിട്ട് തുറക്കട്ടോ. ആവി പോയിന് തുറന്ന് നോക്കട്ടോ. ഇതാക്കണു നല്ലപോലെ സൂപ്പറായിട്ട് വെന്തിട്ടുണ്ട്. ഈ വെന്ത ചിക്കനെ ഒരു പരിപാടി ചെയ്യാണ്ട് അതെന്താണെന്നുള്ളത് കണ്ടു. അതുപോലെ ഒരു പാത്രത്തേക്ക് ഇങ്ങനെ ഊറ്റിയിട്ടതിന് ശേഷം സംഭവം ഇപ്പോൾ കാണിച്ചു. ഇതുപോലെ ഒരു ഉരലെടുത്തേക്കുക. നമ്മളെ കുത്തണ ഉരലാണ്. ഈ ഉരലെടുത്ത് വെച്ചിട്ട് നമ്മളെ ഈ ചിക്കൻ അതിക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കുക. എന്നിട്ടിങ്ങനെ ചതക്കി തന്നെ. ഇപ്പോൾ നമ്മൾ വീട്ടിൽ നിന്നൊക്കെയാണ് ചെയ്യണമെന്നുണ്ടെങ്കിലേ മിക്സിയിലിട്ട് ഒന്നിങ്ങോട്ട് കറക്കിയാൽ മതി. ഇപ്പോൾ ഞാൻ ഇതെന്താ ഇങ്ങനെ ചെയ്യണമെന്ന് വെച്ചാൽ നാടൻ രീതിയിലാകുമ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് ഒരു വമ്പ ടേസ്റ്റ് തന്നെയല്ലേ. ഇപ്പോൾ കണ്ടില്ലേ, ഇതാ ഈ ഒരു രീതിയിലാണ് നിൽക്കേണ്ടത് കേട്ടോ. ഈ ഒരു രീതിയിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ നമ്മളിത് എടുത്തിട്ട് ഇതേപോലെ എടുത്തിട്ട്
നമ്മൾ ആദ്യം ഉണ്ടാക്കി വെച്ച ഈ മാവില്ല ഇതിലേക്ക് ഇങ്ങനെ ഇട്ടെടുക്കുക. അപ്പോൾ കുറേ നേരം ചതക്കേണ്ടി വരും ഞാൻ. എന്താ വെച്ചാൽ നമ്മൾ ചെറിയ ഉരലല്ലേ, പിന്നെ ഇതേപോലെ ഇതിലേക്ക് ഇടുക, ചതക്കുക ഇങ്ങനെ ചെയ്തുകൊണ്ട് ഇങ്ങനെ ഇരിക്കുക. അപ്പോൾ നമ്മളൊക്കെ ചതച്ചു ഇതിക്കിട്ട്. ഇനി എന്താ വെച്ചാൽ നമ്മളെ ചിക്കൻ വേവിച്ച വെള്ളം ഉണ്ടായിരുന്നില്ലേ, അത് ഞാൻ കുറച്ചുകൂടെ മാറ്റി വെച്ചിട്ടുണ്ട്. നമുക്ക് ഇതിക്കന്നെ അങ്ങനെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. എന്നിട്ട് അങ്ങനെ കുഴച്ച് വെക്കുക. അതിങ്ങനെ കുഴക്കണേ അങ്ങനെ. നമുക്ക് വെള്ളം പോരായി തോന്നും, നമ്മളൊരു വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക. കുറച്ച് ഒഴിക്കണേ. അപ്പോൾ ഇതിലിങ്ങനെ കുഴച്ച് നോക്കുമ്പോൾ നമുക്ക് ലേശം വെള്ളം കുറവാണ് തോന്നുന്നുണ്ട്. അപ്പോൾ നമുക്ക് അതേപോലെ കുറച്ച് വെള്ളം എടുത്തിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. കുറച്ച് ഒഴിച്ചു കൊടുത്താൽ മതി, കുറച്ച് കുഴച്ചെടുത്താൽ മതി. അത് വലിയ സ്റ്റൈലാക്കി ഒരു കൈകൊണ്ടൊക്കെ കുഴക്കാനൊക്കെ വിചാരിച്ച് നിൽക്കുകയായിരുന്നു. പക്ഷെ ഇപ്പോൾ ഇത് 2 കൈയും കൂടിയൊക്കെ എടുത്ത് തമ്മിൽ നല്ലോണം ബലപ്രയോഗമൊക്കെ ചെയ്യണം, എന്നാലേ ഇപ്പോൾ നമ്മൾ വിചാരിച്ച പോലെ സെറ്റ് ആവുള്ളൂ. കുറച്ചും കൂടി വെള്ളം ഒഴിച്ചു കൊടുത്തോട്ടെ. ഇനി ഇതിങ്ങനെ കുറച്ചിങ്ങനെ എടുത്തിട്ട് ഇതേപോലെ എടുത്തിട്ട് ഇങ്ങനെ ഉരുട്ടി വെക്കുക. അപ്പോൾ കൈമിലൊന്നും ഒട്ടണില്ല, നല്ല സുഖമുണ്ട്, നല്ല കുഴപ്പമൊന്നുമില്ല കേട്ടോ. അതാ ഈ ഒരു രീതിയിലാണ് നമുക്കിത് കിട്ടേണ്ടത്. അപ്പോൾ അതിനാണ് ഞാൻ ആദ്യമേ പറഞ്ഞ വെള്ളം കറക്റ്റ് നോക്കി ഇടയ്ക്കിടയ്ക്ക് കുറച്ചീച്ച എടുക്കുക. അപ്പോൾ ഇതാണ് ഇതിൻ്റെ പാകം. നമ്മളിത് ഇതേപോലെ ഇങ്ങനെ എടുത്തിട്ട് നല്ല മട്ടത്തിലൊക്കെ പരത്തി ഇങ്ങനെ വെക്കന്നെ. നമ്മളെ ചാനൽ ആരെങ്കിലും പുതിയതായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതാണ് നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി ചെയ്തു തരേണ്ട ഒരു കാര്യം. അതുപോലെ അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്താൽ നമ്മളിടുന്ന ഇതേപോലത്തെ നല്ല നല്ല വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇങ്ങനെ കിട്ടിക്കോളും. അപ്പോൾ നിങ്ങൾക്ക് വീട്ടിൽ ഒഴിവൊക്കെ ഉണ്ടാവുന്ന സമയത്ത് ഇതേപോലെയൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി നോക്കാം, നല്ലോണം കഴിക്കാം. അപ്പോൾ നമ്മൾ സമയം കളയാതെ വേഗം അത് പൊരിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ചട്ടി വെച്ച് കൊടുക്കുകയാണ്. ചട്ടി ചൂടായതിന് ശേഷം നമ്മൾ ഇതിക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കും. ചട്ടി ചൂടായതിന് നമ്മൾ ഇതിക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. 1 ലിറ്റർ ഓയിലാണ് ഞാൻ ഒഴിക്കുന്നത്. സൺഫ്ലവർ ഓയിലാണ് നമ്മൾ എടുത്തത്. വെളിച്ചെണ്ണയോ എന്ത് വേണമെങ്കിലും ഒഴിക്കാം. അപ്പോൾ എണ്ണ നല്ലോണം ചൂടായിട്ടുണ്ട്. നമ്മൾ ഐശ്വര്യമായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. 2 ഇതേപോലെ തിരിച്ചും മറിച്ചൊക്കെ ഇങ്ങനെ വേവിക്കണേ. നല്ല തീ കത്തണ്ട, കരിയാൻ സാധ്യതയുണ്ട്. നമ്മൾ ഈ ചിക്കൻ വടയ്ക്ക് ഉള്ളി ഇടാതെ ഉണ്ടാക്കാട്ടോ. ഞാൻ ഉള്ളിട്ട് എന്തിനാ വെച്ചാൽ നല്ലൊരു കറുമുറൊക്കെ ഉണ്ടായ ഒരു ക്രിസ്പി ആയിട്ട് ഇങ്ങനെ കഴിക്കുമ്പോൾ നല്ല രസം ഉണ്ടാവുമല്ലോ, അതിന് വേണ്ടിയിട്ടാണ്. ഉള്ളി ഇടാതെ ഉണ്ടാക്കുക, കുഴപ്പമൊന്നുമില്ല, ടേസ്റ്റിന് വലിയ മാറ്റമൊന്നും വരില്ല. അപ്പോൾ ഈ സ്ഥലം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ആൾക്കാർക്ക് മനസ്സിലായി ഉണ്ടാവില്ല. നമ്മൾ ആദ്യം ഒരു വീഡിയോ ഇട്ടിരുന്നു ചിക്കൻ കേരേൻ്റെ. അത് ആ ഒരു മലേൻ്റെ മുകളിലായിരുന്നു. അവിടെ പിന്നെ ഇപ്പം എന്താ വെച്ചാൽ മഴയൊക്കെ വരുന്നതുകൊണ്ട് വൈകുന്നേരം ആയില്ലേ, അപ്പോൾ ഈ സാധനങ്ങളൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മൾ ബുദ്ധിമുട്ടാവും വീട്ടിലെത്താൻ. ഇത് വീടിൻ്റെ അടുത്തുള്ള സ്ഥലം തന്നെയാണ്. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് തൊട്ടടുത്ത് തന്നെയാണ് വീട്. ആ വീഡിയോയിൽ കേൾക്കുന്നുണ്ട്, മയിലിൻ്റെ ഒക്കെ സൗണ്ട് കേൾക്കുന്നുണ്ട്. അപ്പോൾ നമ്മളെ ചിക്കൻ വട റെഡി ആയിട്ടുണ്ട്. അടുത്ത നമുക്ക് ഇനി കട്ടൻ ചായയാണ് റെഡിയാക്കേണ്ടത്. അപ്പോൾ ഇനി കട്ടൻ ചായ റെഡിയാക്കാൻ നോക്കാം കേട്ടോ. നമുക്കിത് എടുത്ത് മാറ്റിയിട്ട് ഈ അടുപ്പത്ത് വെള്ളം വെച്ച് കൊടുക്കാം. നമ്മൾ അടുപ്പ് നമുക്ക് നല്ലോണം ഒന്ന് കത്തിച്ച് കൊടുക്കാം. ചായേൻ്റെ വെള്ളമാണ്, വേഗം തിളക്കട്ടെ. ഇത് തിളയ്ക്കാനായിട്ടുണ്ട്. ഈ സമയത്ത് ഞാൻ ഇതിക്കൊരു സാധനം ചേർക്കുന്നുണ്ട്. ഇതാണ് അല്ലേ, ഇതാണ് പട്ട, കറുവപ്പട്ട. ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാകാൻ വേണ്ടിയിട്ട്
ഞാൻ ചേർക്കുകയാണ്. ഈ സമയത്ത് തന്നെ നമുക്ക് പഞ്ചസാരയും ചേർത്ത് കൊടുക്കാം കേട്ടോ. വെള്ളം നല്ല തിളച്ചിട്ടുണ്ട്. നമുക്കേക്ക് പൊടിയിട്ട് കൊടുക്കുക. ഇതേപോലെ അരിച്ചു കൊടുക്കുക. നമ്മളെ ചിക്കൻ വട വേറൊരു പാത്രത്തേക്ക് മാറ്റിയിട്ടുണ്ട്. നമ്മളെ കുട്ടികളവിടെ റെഡിയാണ്. ഒരു കുറേ നേരമായി കൊതി പിടിച്ചിരിക്കുന്നത്. അപ്പം ഇനി പോലെ ക്ഷമ പരീക്ഷിക്കണ്ട, നമുക്ക് ദൂരക്ക് കൊണ്ടുപോയി കൊടുക്കുക. എന്നാ ചേർന്നേ കഴിച്ചിട്ട് അഭിപ്രായം പറയാം കേട്ടോ. ഒരു മിനിറ്റ്, സോസും കൂടി കൊണ്ടുവന്നരാം. ഇതിന് വെറൈറ്റി ചായയും കൂടി ഉണ്ടോ? ഇനി കഴിച്ചോളൂ കേട്ടോ. എങ്ങനെയുണ്ട്? ആയിക്കോട്ടെ കഴിച്ചോളിട്ടോ. ഇപ്പോൾ കുട്ടികളെ കൊടുത്തിൽ ഞാനും കൂടി ഒന്ന് തിന്നോക്കട്ടെ. ഉഷാറാണ്, അടിപൊളിയാണ്, നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ എല്ലാവരും വീട്ടിലുണ്ടാക്കി നോക്കുക, കഴിച്ച് നോക്കുക. അപ്പോൾ അതുപോലെ തന്നെ നമ്മളെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക എന്നും പറയും പോലെ ബെല്ലൈക്കണൊക്കെ അമർത്തുക. ചായ എങ്ങനെയുണ്ട്? അപ്പം ആരും ബേജാറാവണ്ട, എടുങ്ങാറാവണ്ട, എല്ലാവരും വെച്ചോളി, തിന്നോളി.